ജമ്മുകശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് പാലക്കുളങ്ങര സ്വദേശി സുദാസ് കണ്ണോത്തും കുടുംബവും. പഹൽഗാമിൽ കുതിരസവാരിക്കിടെയുണ്ടായ അപകടമാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് തളിപ്പറമ്പിലെ ആധാരമെഴുത്തുകാരനും മോട്ടിവേഷണൽ ട്രെയിനറുമായ സുദാസ് കണ്ണോത്ത് പറഞ്ഞു. ഭാര്യയും മകനുമടക്കം 3 പേരാണ് ഏപ്രിൽ 18-ന് ടൂർ പാക്കേജ് മുഖേന കണ്ണൂരിൽ നിന്ന് ശ്രീനഗറിലെത്തിയത്. സുദാസും കുടുംബവും 3 ദിവസം അവിടെ സഞ്ചരിച്ച് സ്ഥലങ്ങൾ കണ്ട ശേഷമാണ് തിങ്കളാഴ്ച പഹൽഗാമിൽ എത്തുന്നത്. അവിടെ ഹോട്ടലിൽ താമസിച്ച ശേഷം 22-ന് ഡ്രൈവറുടെയും ടൂർ ഗൈഡിന്റെയും നിർദ്ദേശപ്രകാരം 11:30-ന് കുതിരസവാരിക്ക് പോവുകയായിരുന്നു. 7 കിലോമീറ്ററോളം ചെങ്കല്ലും കരിങ്കല്ലും ചെളിയും നിറഞ്ഞ വഴിയിലൂടെ കുതിരപ്പുറത്തുകൂടിയുള്ള യാത്ര സുദാസിന് പക്ഷേ പൂർത്തീകരിക്കുവാനോ സുന്ദരമായ താഴ്വര ആസ്വദിക്കുവാനോ കഴിഞ്ഞില്ല. കുതിരസവാരിക്കിടയിൽ തെന്നിവീണ സുദാസിന്റെ ദേഹത്തും വസ്ത്രത്തിലും ചെളി പുരണ്ടതോടെ യാത്ര മതിയാക്കി തിരിച്ചു പോന്നു. ഇവർ ഇവിടെ നിന്നും തിരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഭീകരാക്രമണം നടന്നത്. വ്യാഴാഴ്ച പുലർച്ചെയോടെ ഇവർ വീട്ടിൽ തിരിച്ചെത്തി. എൻ്റെ പേര് സുദാസ് കണ്ണോത്ത് എന്നാണ്. കണ്ണൂർ തളിപ്പറമ്പിലാണ് താമസം. കുറേ കാലമായില്ല ഒരു ആഗ്രഹമാണ് കാശ്മീർ കാണുക എന്നുള്ളത്. ഭാര്യയുടെയും ഒരു നിർബന്ധപ്രകാരം ആഗ്രഹപ്രകാരം 18-ാം തീയതിയാണ് കാശ്മീർ പോയത്. കാശ്മീരിൽ പോയി 4 ദിവസം അവിടെയുള്ള സോനാമാർഗ്, ഗുൽമാർഗ്, ഇങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടതിന് ശേഷം 5-ാമത്തെ ദിവസം ആണ് ഇവിടെ പെഹൽഗാമിൽ പോയത്. പെഹൽഗാമിൽ പോയി അവിടെ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട സ്ഥലമാണ് പെഹൽഗാമിലെ ആ ഒരു സ്വർഗീയ സുന്ദരമായ സ്ഥലം. മുകളിൽ പോണി യാത്രയിലൂടെ പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ ആ യാത്ര ചെയ്ത് അവിടെ എത്തുന്നതിന് മുമ്പേ വളരെ വൃത്തികെട്ടതും ചളി നിറഞ്ഞതുമായ ഒരു സ്ഥലത്ത് ഇറങ്ങി വേണം ഈ അപകടം നടന്ന തീവ്രവാദികളെ അപകടം നടന്ന ഈ സ്ഥലത്തെത്താൻ, തീവ്രവാദികൾ അവരുടെ വെടിയേറ്റ് മരിച്ച സ്ഥലത്തെത്താൻ. പക്ഷെ അതിനു മുമ്പേ ഈ കുതിരപ്പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് കാല് തെന്നി വീണത് കൊണ്ട് മുഴുവൻ ദേഹമാസകലം ചളിയായി, വൃത്തികേടായി. അത് ദൂരെ പോയി അരുവിന്ന് കഴുകി വൃത്തിയാക്കിയ സമയത്ത് തന്നെ നനഞ്ഞ ഡ്രസ്സോടുകൂടിയാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. 3 മണിക്കൂർ സമയം ചെലവഴിക്കേണ്ട ഇടക്ക് ഞാൻ വെറും അരമണിക്കൂർ മാത്രം സമയം ചെലവഴിച്ച് ചായ കുടിച്ച് പെട്ടെന്ന് അരമണിക്കൂർ മുമ്പേ തന്നെ നമ്മൾ മടങ്ങി വന്ന് താഴെ എത്തി ഒന്ന് ഹോട്ടലിൽ കയറിയ സമയത്ത്, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയ സമയത്താണ് ഈ മിലിറ്ററി വാഹനങ്ങൾ പരക്കം പായുന്നത് കണ്ടത്. അദ്ദേഹം ഡ്രൈവർ പറഞ്ഞു, അവരെ സഹോദരൻ വിളിച്ചു പറഞ്ഞു പ്രശ്നമുണ്ട്, പെട്ടെന്ന് സ്ഥലം വിട്ടോളാൻ. അങ്ങനെ ഡ്രൈവറുടെ സഹായത്തോടു കൂടെ പെട്ടെന്ന് പെഹൽഗാം വിട്ട് ശ്രീനഗറിൽ കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നില്ല. +2 കഴിഞ്ഞു, ഇനി എന്ത്? മാസം 1 ലക്ഷം രൂപ സ്റ്റൈഫൻഡോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ? അതും ജർമ്മനിയിൽ. +2 ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം, പറക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം. ഫോൺ 7356 958 784 9400 100 499.